ഓക്കെ, ഞാൻ ആദ്യമായിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഡോക്ടർ ബേബി പോൾ. ഏകദേശം ഒരു 44 ഇയേഴ്സായിട്ട് ആർക്കിടെക്ചർ അധ്യാപകൻ, ആർക്കിടെക്റ്റ്, അർബൻ പ്ലാനർ ആൻഡ് എൻവയോൺമെൻറ്റൽ പ്ലാനർ എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം വാസ്തുശില്പകല അല്ലെങ്കിൽ ആർക്കിടെക്ചർ, അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ എഞ്ചിനീയറിംഗിൽ നിന്ന് ഡിഫറെൻ്റ് ആകുന്നു, മറ്റുള്ള ആർട്ടിൽ നിന്നും എങ്ങനെ ഡിഫറെൻ്റ് ആകുന്നു, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഇതൊരു യൂസ്ഫുൾ ആർട്ടാണ്. ഇത് ആർട്ടിൻ്റെ എല്ലാ എസ്തെറ്റിക് മേഖലകളും ആർക്കിടെക്ചറിൽ ഉൾക്കൊള്ളുന്നു. അതുപോലെ തന്നെ ഫങ്ഷൻ അല്ലെങ്കിൽ യൂട്ടിലിറ്റി ആസ്പെക്റ്റ് എല്ലാം പൂർണ്ണമായിട്ടും അതിനകത്ത് വരുന്നു. അപ്പോൾ ഒരു യൂട്ടിലിറ്റി ആർട്ടാണ് ആർക്കിടെക്ചർ എന്ന് നമുക്ക് പറയാം. ഇതിന് ഒരു ഡ്യുവൽ റോൾ ഉണ്ട്. ക്രിയേറ്റിംഗ് ദ സ്ട്രക്ചേഴ്സ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി എസ്തെറ്റിക്കലി പ്ലീസിങ് ആൻഡ് ദെൻ ഫങ്ഷണലി എഫക്റ്റീവ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആൻഡ് ആർക്കിടെക്ചറിന് ഒരു യുണീക്ക് പൊസിഷൻ ഉണ്ട്. അത് ഒന്ന് ആർക്കിടെക്ചറൽ എക്സ്പ്രഷൻ ആൻഡ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. ഒരു ആർട്ട് ഫോം എന്ന നിലയിൽ നമ്മൾ ആർക്കിടെക്ചറിനെ കാണുമ്പോൾ അതിന് ഫോം, ലൈറ്റ്, കളറ്, ടെക്സ്ചർ, മൂവ്മെന്റ്, അതെല്ലാം നമ്മുടെ എമോഷൻസിനെ ഇവോക്ക് ചെയ്യുന്ന എല്ലാ കൺസെപ്റ്റും ഈ ആർട്ട് ഫോമിൽ വരുന്നു എന്നുള്ളതാണ്. അത് കൂടാതെ നമ്മുടെ മനുഷ്യ സമൂഹത്തിന്റെ കൾച്ചർ, ആ കൾച്ചറിനെ ഇത് ക്ലിയറാക്കി എക്സ്പ്ലിസിറ്റ് ചെയ്ത് കാണിക്കുന്നു എന്നുള്ളതും ഒരു ആർട്ട് എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആർക്കിടെക്ചറിന്റെ ഒരു ധർമ്മം അതാണ്. പ്രധാനമായിട്ട് പറഞ്ഞാൽ ആർക്കിടെക്ചർ ഡിസൈൻ ഓഫ് സ്പേസസ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അത് ഒരു പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടി മാത്രമല്ല, എന്നാലോ it inspire and uplift environments and emotional and intellectual level ഈ സ്പേസസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ എമോഷണൽ ആർട്ടിസ്റ്റിക് എൻഡിവേഴ്സ് അല്ലെങ്കിൽ ദാറ്റ് ആക്ച്വലി ട്രാൻസ്ഫോംസ് ബിൽഡിങ്സ് ഇൻടു കൾച്ചറൽ സിംബൾ ആൻഡ് എ വർക്ക് ഓഫ് ആർട്ട്. ആർക്കിടെക്ചറിന് എപ്പോഴും ഒരു കൾച്ചറൽ സിംബോളിസം ഉണ്ട്. നമ്മുടെ കൾച്ചറിന്റെ ഒരു സിംബളൈസ് ചെയ്യുന്ന ഒരു പാർട്ടും കൂടെ ആർക്കിടെക്ചറിന്റെ റോള് പ്ലേ ചെയ്യുന്നു ആർക്കിടെക്ചർ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഭംഗി മാത്രമല്ല, എസ്തെറ്റിക്സ് മാത്രമല്ല, ഫങ്ഷനും യൂട്ടിലിറ്റിയും ചേർന്ന് പ്രാക്ടിക്കൽ നീഡ്സിനെ ഫുൾഫിൽ ചെയ്യുന്ന, സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് എല്ലാം നോക്കി മനുഷ്യവാസത്തിന് പറ്റുന്ന ഉതകുന്ന, എൻവയോൺമെന്റിന് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിട്ടുള്ള കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ആർക്കിടെക്ചർ. അപ്പോൾ രണ്ട് ഭാഗങ്ങൾ ഞാൻ പറഞ്ഞ പോലെ അതിനൊരു ക്രിയേറ്റീവ് വിഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് വിഷനും ഉണ്ട്, ദെൻ യൂട്ടിലിറ്റേറിയൻ കൺസിഡറേഷൻസും ഉണ്ട്. സോ പെയിന്റിങ് എടുത്തു കഴിഞ്ഞാൽ, പെയിന്റിങ് നമുക്കൊരു എസ്തെറ്റിക് പീസ് ഓഫ് വർക്ക്. അതിനകത്ത് കൺസെപ്റ്റും ഉണ്ടായിരിക്കാം, എക്സ്പ്രഷനും ഉണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആർക്കിടെക്ചറിന് യൂട്ടിലിറ്റി ആസ്പെക്റ്റും കൾച്ചറൽ ആസ്പെക്റ്റും എസ്തെറ്റിക് ആസ്പെക്റ്റും എല്ലാ ഈ മൂന്ന് ആസ്പെക്റ്റും വളരെ സമ്മിശ്രമായിട്ട് ചേർന്നിട്ടുള്ള ഒരു കലയാണ് ആർക്കിടെക്ചർ. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ ഒരു പക്ഷേ എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റും. ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗും തമ്മിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു വ്യത്യാസം. രണ്ടും ഒരു ഇന്റഗ്രൽ പാർട്ട് ആണ്, കൺസ്ട്രക്ഷന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. ആദ്യം പറഞ്ഞതുപോലെ ആർക്കിടെക്ട്സ് എപ്പോഴും അതിന്റെ ആർട്ടിസ്റ്റിക് ആൻഡ് കൺസെപ്ച്വൽ ഡിസൈൻ ഉണ്ടാക്കുന്നത് ആർക്കിടെക്ട്സ് ആയിരിക്കും. ആർട്ടിസ്റ്റിക് അതുപോലെ തന്നെ കൺസെപ്ച്വൽ ഡിസൈൻ. അപ്പോൾ അതിൽ അവർ എസ്തെറ്റിക് ആസ്പെക്ട് നോക്കും, സ്പേഷ്യൽ ഫങ്ഷണാലിറ്റി നോക്കും, സ്ട്രക്ചേഴ്സ് ഓൾവേസ് അലൈൻ വിത്ത് എൻവയോൺമെന്റ് എന്നുള്ള ആസ്പെക്ട് നോക്കുന്നുണ്ട്, എക്സ്പീരിയൻസ് ഓഫ് ദ ഓക്യുപ്പൻസ് അതും വളരെ കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. ദെൻ റെഗുലേറ്ററി റിക്വയർമെന്റ്സ്, സ്റ്റാൻഡേർഡ്സും
അതുപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും എല്ലാം ചെക്ക് ചെയ്ത് ആ എസ്തെറ്റിക്സും കൾച്ചറും ഈ സ്റ്റാൻഡേർഡ്സും എല്ലാ കാര്യങ്ങളും ഉൾച്ചേർത്ത് ഒരു പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്ന റോള് ഒരു ആർക്കിടെക്റ്റ് ചെയ്യുമ്പോൾ എഞ്ചിനീയേഴ്സ് അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട് ഓർ സ്ട്രക്ചറൽ ആസ്പെക്ട്, ബിൽഡിങ്ങിൻ്റെ സേഫ്റ്റി ആസ്പെക്ട്, അല്ലെങ്കിൽ അത് സ്റ്റേബിൾ ആണോ എഫിഷ്യൻ്റ് ആണോ എന്നുള്ള ആ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് വെച്ച് അവരത് ചെക്ക് ചെയ്യും. ആ ബിൽഡിംഗ് സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സേഫ്റ്റി അല്ലെങ്കിൽ സ്ട്രക്ചറൽ സ്റ്റാൻഡേർഡ്സ് എല്ലാം നോക്കുന്ന ഒരു വിഭാഗമാണ് എഞ്ചിനീയറിംഗ് സൈഡ്. അപ്പോൾ അവർ സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി, മെറ്റീരിയൽ സ്ട്രെങ്ത്, മെക്കാനിക്കൽ സിസ്റ്റംസ് ടു ബിൽഡ് എസ്തെറ്റിക് വിഷൻ ഓഫ് ലൈഫ്, ഇതാണ് എഞ്ചിനീയറിംഗിൻ്റെ. പിന്നെയും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ആർക്കിടെക്ചറും എഞ്ചിനീയറിംഗുമായിട്ട് കമ്പയർ ചെയ്ത് പറയാൻ പറ്റും. കോഴ്സിൻ്റെ കാര്യം എടുത്താൽ ആർക്കിടെക്ചർ കോഴ്സ് 5 വർഷത്തെ കോഴ്സാണ്. അതിനകത്ത് പ്രധാനമായിട്ടും ഡിസൈൻ തിയറി, ഹിസ്റ്ററി, സ്റ്റുഡിയോ വർക്ക്, ഇന്റേൺഷിപ്പ് ആൻഡ് ദെൻ രജിസ്ട്രേഷൻ ആസ് ആർക്കിടെക്ട്, ഇങ്ങനെയുള്ള കുറേ പ്രോസസ്സാണ് അതിനകത്ത് നടക്കുന്നത്. ലൈക്ക് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ ഈസ് ദ അപെക്സ് ബോഡി in India, where this body is regulating both architectural education and profession. Whereas engineering aspect എടുത്താൽ that is called a BTech or BE, Bachelor of Science, അങ്ങനെയാണ് അതിന് പറയുന്നത്. അത് 4-year പ്രോഗ്രാമാണ്. സ്പെസിഫിക്കലി എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസ്, സിവിൽ എഞ്ചിനീയറിംഗ് ഓർ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ, അങ്ങനെ എഞ്ചിനീയറിംഗ് ടെക്നോളജിക്കൽ ബ്രാഞ്ചാണ്. അവരെന്താണ് ഫോക്കസ് ചെയ്യുന്നത്, അവരുടെ സ്റ്റഡിയിൽ എന്താണ് ഫോക്കസ് വരുന്നത്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസ് എക്സെട്ര അവർക്ക് പഠിക്കാൻ. നമ്മളിവിടെ ആർട്ട്, കൾച്ചർ, ഡിസൈൻ പ്രോസസ്സ്, തിയറി, ഹിസ്റ്ററി പഠിക്കുമ്പോൾ അവർ കൂടുതലായിട്ട് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പഠിക്കും. പിന്നെ ആർക്കിടെക്ചറിന്റെ കൂടുതലായിട്ട് നമ്മൾ ആർക്കിടെക്ചറിന്റെ സ്റ്റഡി പാർട്ടിലേക്ക് കുറച്ചുകൂടി നമ്മൾ ഡീപ്പറായിട്ട് പോയാൽ ആർക്കിടെക്ചറൽ തിങ്കിങ് ഓർ അനലിറ്റിക്കൽ തിങ്കിങ് ആണ് ഒരു ഏറ്റവും പ്രധാനമായ ഒരു പ്രോസസ്. ഡെവലപ്പിംഗ് എബിലിറ്റി ടു അസസ് കോംപ്ലക്സ് പ്രോബ്ലംസ് ആൻഡ് ഡിവൈസ് ഫങ്ഷണൽ സൊല്യൂഷൻസ്. അപ്പോൾ ആർക്കിടെക്ചറിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു റോൾ അല്ലെങ്കിൽ അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു process in design is analytical thinking, developing ability in corrections on in assess complex problems and devise functional solutions. Then technical proficiency, latest architectural tools നെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ മോഡേൺ പോസ്റ്റ് മോഡേണിസത്തിലും നമ്മുടെ ടൂൾസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. സോഫ്റ്റ്വെയർസ്, ടൂൾസ് ഇതെല്ലാം അപ്ലൈ ചെയ്ത് ഉള്ള ആ ടെക്നിക്കൽ എഫിഷ്യൻസി അല്ലെങ്കിൽ ടെക്നിക്കൽ പ്രൊഫിഷ്യൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ആർക്കിടെക്ചറൽ ലേണിംഗ്. ദെൻ കൊളാബറേറ്റീവ് സ്കിൽ. ആർക്കിടെക്ട്സ് എപ്പോഴും ഒരു ഏരിയയിൽ മാത്രം പല വിഭാഗക്കാരുമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട ഒരു ടീം, ഒരു പ്രൊഫഷനാണ്. വർക്ക് വിത്ത് എഞ്ചിനീയേഴ്സ്, അർബൻ പ്ലാനേഴ്സ്, അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട്സ് ആൻഡ് ഈവൻ ക്ലയൻസ്. അവർക്കൊരു കൊളാബറേറ്റീവ് എഫേർട്ടാണ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ ആർക്കിടെക്ചറിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ളത്. പിന്നെ ആർക്കിടെക്ട്സ് എപ്പോഴും ഒരു കമ്പയറിംഗ് വിത്ത് എഞ്ചിനീയറിംഗ്, ഇൻസ്പിറേഷൻ ഫ്രം വിഷണറീസിൽ നിന്ന് എപ്പോഴും ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളുന്ന ഒരു പ്രൊഫഷനാണത്. ആർക്കിടെക്ചർ എപ്പോഴും നമുക്കറിയാം, ആർക്കിടെക്ചർ എപ്പോഴും ആ നിർമ്മിക്കുന്ന കാലത്തിന്റെ കൾച്ചറോ അല്ലെങ്കിൽ ആ കാലത്തിന്റെ ഹിസ്റ്ററിയോ പറയുന്നത് മാത്രമല്ല, ദാറ്റ് ഫോർ ദി ഇയേഴ്സ്, വർഷങ്ങളോളം ഈ കാലഘട്ടത്തിന്റെ കഥ. ഫോർ എക്സാമ്പിൾ കൊളോസിയം ഇൻ റോം, അത് ഒരു സ്ട്രക്ചറായിട്ട് അന്ന് പണിതപ്പോൾ അന്നുള്ള വാസ്തുകലയും അന്നുള്ള റോമൻ ക്ലാസിക്കൽ സ്റ്റൈലും എല്ലാം വെച്ച് പണിതെങ്കിലും അത് എത്രയോ കാലങ്ങളുടെ ഒരു ടൈംലെസ് ആർക്കിടെക്ചറായിട്ട് നിലനിൽക്കുന്നു. അതാണ് ആർക്കിടെക്ചറിന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമ്മൾ കാണേണ്ടത്. Then architecture, of course, then they steward our built environments and creation of space, define culture, as I told you earlier, define culture and communities. Then ഒരു ഗ്ലോബൽ ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കാൻ ആർക്കിടെക്ചറിന് കഴിയും.
അപ്പൊ ഈ ആർക്കിടെക്ചറിന് ഒരു സൊസൈറ്റിയിൽ ഒരു ഗ്ലോബൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. പ്രധാനമായിട്ടും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ അർബനൈസേഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്ലോബൽ ക്ലൈമാറ്റിക് ചേഞ്ച് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആർക്കിടെക്ചറിന്റെ എന്തെല്ലാം സൊല്യൂഷൻസ് ആണ് അത് സോൾവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വി ആർ അറ്റംപ്റ്റിംഗ് സസ്റ്റൈനബിൾ ആർക്കിടെക്ചർ, അല്ലെങ്കിൽ റെസിലിയന്റ് സ്ട്രക്ചേഴ്സ്, ഗ്ലോബൽ ക്ലൈമാറ്റിക് ഇതിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ഗ്ലോബൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ എപ്പോഴും ആർക്കിടെക്ചറിന് കഴിയും. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ ഈ ചെറിയ പ്രസന്റേഷൻ അവസാനിപ്പിക്കാം. ബിൽഡിംഗ് പ്രോസസ്. ആർക്കിടെക്ട്സ് ഇൻവോൾവ്സ് ഫ്രം ദ പ്രോജക്റ്റ് ഇൻസെപ്ഷൻ ഡെവലപ്പിംഗ് ഡിസൈൻ കോൺസെപ്റ്റ്. അതായത് ഡിസൈൻ കോൺസെപ്റ്റ് മുതൽ ക്രിയേറ്റിംഗ് detailed plan, overseeing the aesthetics and functional aspect of the building. Then work closely with the clients, understand the needs and translate them into cohesive design. Whereas engineers then collaborate, അവർ നമ്മുടെ ആർക്കിടെക്ട്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തു. എപ്പോഴും ഒരു ബിൽഡിംഗ് പ്രോജക്റ്റ് എടുത്താൽ ദാറ്റ് ദ ഹോൾ ആർക്കിടെക്ട് ഈസ് മോർ റെസ്പോൺസിബിൾ. ആർക്കിടെക്റ്റിന്റെ കീഴിലാണ് ഒരു എഞ്ചിനീയർ പോലും വരുന്നത്. ആർക്കിടെക്ട് ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റിവിറ്റി, ദാറ്റ് പ്രോഡക്റ്റ് എങ്ങനെ സ്ട്രക്ചറലി സ്റ്റേബിൾ ആക്കാം, അല്ലെങ്കിൽ അത് ദാറ്റ് എഞ്ചിനീയേഴ്സ് അസോസിയേറ്റ് വിത്ത് ദ ആർക്കിടെക്ട് ആൻഡ് ദേ മെയ്ഡ് ദ സ്ട്രക്ചർ സേഫ്റ്റി ആൻഡ് ഇൻസ്റ്റാൾ ഓൾ ദ സർവീസസ്, സംടൈംസ് വാട്ടർ സപ്ലൈ, സാനിറ്റേഷൻ, ലൈക്ക് ദാറ്റ്. അപ്പോൾ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, സർവീസസ് ലൈക്ക് AC, വാട്ടർ സപ്ലൈ, ഇതെല്ലാം എഞ്ചിനീയേഴ്സ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ് ഉപസംഹരിക്കുമ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, എന്താണ് ആർക്കിടെക്ചർ, ആർക്കിടെക്ചറിന്റെ പ്രത്യേകതകൾ എന്താണ്, അത് എങ്ങനെ അത് ആർട്ടിൽ നിന്നും ഡിഫറെന്റ് ആയിരിക്കുന്നു. അതുപോലെ തന്നെ ആർക്കിടെക്ചർ എന്ന് പറയുന്ന പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു കോഴ്സ്, ഇതെങ്ങനെയാണ് എഞ്ചിനീയറിംഗിൽ നിന്നും ഡിഫറെന്റ് ആയിരിക്കുന്നത്. ഈ രണ്ട് ചെറിയ പോയിന്റ്സ് ആണ് ഞാൻ ഈ ഇതിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. നന്ദി, നമസ്കാരം.